آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهن ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون صدق الله العلي العظيم بين الله تعالى في قرآنه المجيد وقال نبينا رسول الله صلى الله عليه وسلم ما من مسلم يظلم مسلما في موضع تنتهك فيه حرمته وينتقص من عرضه إلا قبله الله في مواطن أو كما قال رسول الله صلى الله عليه وسلم വിജയം നിനക്കാമുഖിസാനിയെങ്കിൽ ഇബ്ലീസ് പോലും തോറ്റുകയും മുന്നിലെ അകം ശുദ്ധിയാക്കാതെ പുറം മിനുക്കണ്ട കക്കൂസുള്ളൊരു രീതി നീ എടുക്കണ്ട യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഉൽ കറമി وعلى سيدنا مصطفى محمد صلى الله عليه وسلم പരിശുദ്ധരായ മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ ആഴ്ച നാം പറഞ്ഞു വെച്ച ഇതിന്റെ ബാക്കി ഭാഗമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇസ്ലാം സൃഷ്ടിക്കുന്ന നന്മകൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച നാം സംസാരിച്ച് അതിന്റെ എൻഡിലേക്ക് എത്തിയിട്ടില്ല. മഹാനായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടന്നു പോകുന്ന സമയത്ത് ഒരു കുരുവിയുടെ സംഭവം നാം ഉദ്ധരിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തള്ളപ്പക്ഷി വന്നപ്പോൾ ആ കുരുവി കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കാൻ പറയുകയും വലിയ ഹൃദയവിശാലത കാണിക്കുകയും ചെയ്തു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയാണ് നാം കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചത്. ഇന്നും ഈ കാരുണ്യത്തിന്റെ ഉറവ മുസ്ലിം സമുദായത്തിൽ വറ്റാതെ നിലനിൽക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും നാം കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ ആ രംഗം നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ബുഖാരിയിൽ തന്നെ കഴിഞ്ഞ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ കഴിഞ്ഞു. എന്തെല്ലാം പരിപാടികൾ കഴിഞ്ഞു, അതിലൊക്കെ ഇവിടെയുള്ള മുഅ്മിനീങ്ങൾ വളരെ കൃത്യമായി ഇടപെടുകയും അതിന് സാമ്പത്തികമായ എല്ലാവിധ ഒത്താശകളും നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയുണ്ടായി. അതൊക്കെ കാരുണ്യത്തിന്റെ ചില അടയാളങ്ങൾ മാത്രമാണ്. ഇതുപോലെ നമ്മുടെ നാടുകളിലുള്ളതുപോലെ തന്നെ മറുനാടുകളിലും ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ദുബായ് രാജകുമാരന്റെ ഒരു സംഭവം പറയുന്നതായി കാണാം. ഷെയ്ഖ് ഹംദാൻ ഇബ്നു മുഹമ്മദ് എന്നവർ ചെയ്ത ഒരു സംഭവം. അദ്ദേഹം ഒരു കാരുണ്യ പ്രവർത്തനം ലോക ശ്രദ്ധ പിടിച്ചു വെക്കുകയുണ്ടായി. 2020 ഓഗസ്റ്റ് 12 സംഭവം. എന്താണ് സംഭവം? അദ്ദേഹത്തിന്റെ കോടാനുകോടി രൂപ വിലമതിക്കുന്ന കാറിന്റെ പുറകിൽ ഒരു പക്ഷിക്കൂട് കൂട്ടി അത് മുട്ടയിട്ട് അടയിരുന്ന ഒരു സംഭവം
നമ്മൾ കാണുകയുണ്ടായി. പത്രമാധ്യമങ്ങളിലൂടെ, വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ നമ്മൾ വായിച്ചു മറന്നതാണ്. ഒരിക്കൽ കാറെടുക്കാൻ വന്നപ്പോൾ ഈ കാഴ്ച കണ്ട അദ്ദേഹം എന്ത് ചെയ്തു? മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പറക്കുന്നത് വരെ ആ കാർ അദ്ദേഹം ഉപയോഗിച്ചില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോയപ്പോൾ പറഞ്ഞ കുരുവിയുടെ ചരിത്രം, കുഞ്ഞുങ്ങളെ കാണാതെ സ്വഹാബാക്കളുടെയും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മുകളിലൂടെ തള്ളപ്പക്ഷി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്ന രംഗം കണ്ടപ്പോ ആ രംഗത്ത് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് ഈ കുരുവിയുടെ കുഞ്ഞുങ്ങളെ എടുത്തതെന്ന് ചോദിക്കുകയും തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറയുകയും ചെയ്ത സംഭവം, ചരിത്രം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായ സംഭവമാണ്. എന്നാൽ ഇത് 2020 ദുബായ് രാജകുമാരന്റെ സംഭവമാണ് പറയുന്നത്. ലോകം മുഴുവനും ചർച്ച ചെയ്തു, ലോകം മുഴുവനും അഭിനന്ദിച്ച സംഭവമായിരുന്നു. ഇത് മുസ്ലിമീങ്ങൾ പഠിച്ചത് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നാണ്. ഇസ്ലാം വിശ്വാസികളിൽ ഉണ്ടാക്കിയെടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു ഗുണം മനുഷ്യരുടെ അഭിമാനത്തിന് വില കൽപ്പിക്കണമെന്നതാണ്. പല സംഭവ വികാസങ്ങളുണ്ടായാൽ, എന്ത് പ്രതിസന്ധികൾ വന്നാലും പ്രയാസങ്ങൾ വന്നാൽ മറ്റുള്ളവരുടെ അഭിമാനത്തിൽ ക്ഷതം വരുത്തുന്ന ഒരു സംഭവം നമുക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല. ഏതൊരു മനുഷ്യനും അവന്റെ അഭിമാനം വലുതാണ്. അതിന് ഹാനികരമായതൊന്നും തന്നെ ചെയ്യാൻ പാടില്ല. മഹാനായിരിക്കുന്ന ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശത്രുവായിരുന്നു അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. എന്നാൽ അദ്ദേഹത്തിന്റെ മകനാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ വരികയാണ്. അബൂജഹലിന്റെ മകനായ ഇക്രിമ റളിയല്ലാഹു അൻഹു നിങ്ങൾക്കിടയിൽ വരുന്നുണ്ട്. മുഅ്മിനൻ മുഹാജിറാ, വിശ്വസിക്കാൻ വേണ്ടി മുഅ്മിനായ നിലയിലാ വരുന്നത്. മറ്റെല്ലാ വിഷയത്തിൽ നിന്നും അദ്ദേഹം ഹിജ്റ പോയവരാണ്. മറ്റെല്ലാ സംഭവ വികാസങ്ങളിൽ നിന്നും മാറി നിന്ന് ഇസ്ലാമിന്റെ ഈ റൂട്ടിലേക്ക്, ഈ വിഷയത്തിലേക്ക് അദ്ദേഹം കടന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മുളയിലേറുണമെന്നാണല്ലോ. ഇക്രിമ റളിയല്ലാഹു അൻഹു സദസ്സിൽ വരുന്നതിന് മുമ്പ് തന്നെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫലാ തസുബ്ബു അബാ. ഓ സ്വഹാബാക്കളെ, നിങ്ങൾ അദ്ദേഹത്തിന്റെ പിതാവിനെ ചീത്ത വിളിക്കരുത്. ഫഇന്ന സ്വബ്ബൽ മയ്യിതി യുഹ്ദിൽ ഹയ്യാ. കാരണം ഒരു മയ്യത്തിനെ ചീത്ത വിളിക്കുക എന്നുള്ളത്, മയ്യത്തിനെ കുറിച്ച് അപവാദം പറയുക എന്നുള്ളത് ജീവിച്ചിരിക്കുന്നവർക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പിതാവ് അബൂജഹൽ ഇസ്ലാമിന്റെ ശത്രുവായിരുന്നത് ശരിയാണ്, പക്ഷേ അദ്ദേഹത്തിന് നിങ്ങൾ ചീത്ത വിളിക്കരുതേ എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇതിന് വിപരീതമായ ഒരു വിശ്വാസിയെ ആക്ഷേപിക്കുക, പരിഹസിക്കുക, ഇരട്ടപ്പേര് വിളിക്കുക, ഇതൊക്കെ ദീനിൽ കടുത്ത തെറ്റായ കാര്യമാണ്, കടുത്ത ചിന്തയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്തിൽ ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട്. മറ്റുള്ളവരെ കുറിച്ച് മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം അവിടെ പറയുന്നുണ്ട്. ഒരു മാസത്തോളം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്ന ഒരു സംഭവം പറയുന്നുണ്ട്.
ആ ആയത്ത് തുടങ്ങുന്നതിന് മുമ്പ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിന്റെ വഹി ഇറങ്ങാൻ. അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം, അതേ നിങ്ങൾ പരസ്പരം ഒരു സമുദായത്തിനെയും നിങ്ങൾ എന്ത് ചെയ്യരുത്, അതേ പരിഹസിക്കാൻ പാടില്ല. അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും, ചിലപ്പോൾ ആ സമുദായം ഏറ്റവും ഉത്തമനായി വന്നേക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പരസ്പരം ഒരു സമുദായം മറ്റു സമുദായത്തെ പരിഹസിക്കാൻ പാടില്ല, ആക്ഷേപിക്കാൻ പാടില്ല. അതേപോലെ ഒരു സ്ത്രീ സമൂഹം മറ്റൊരു സ്ത്രീ സമൂഹത്തിനെ കുറിച്ച് ആക്ഷേപിക്കാൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല. ചിലപ്പോൾ അവർ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും, ഒരുപാട് പ്രയാസങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ടാകും, ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ആ പെണ്ണിനെ കുറിച്ച്, ആ സ്ത്രീയെ കുറിച്ച് നിങ്ങൾ അപവാദം പ്രചരിപ്പിക്കാൻ പാടില്ല. ആ പെണ്ണിനെ കുറിച്ച് നിങ്ങൾ പരസ്പരം കുറ്റം പറയാൻ പാടില്ല, ആക്ഷേപിക്കാൻ പാടില്ല, നിക്ഷേപിക്കാൻ പാടില്ല എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയേണ്ട കാരണം, ചിലപ്പോൾ ഈ പറയുന്ന സ്ത്രീകളെക്കാൾ ഏറ്റവും ഉത്തമരായ സ്ത്രീ ആ സ്ത്രീകളായേക്കാം. അതുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയാണ്, വലാ തൽമിസൂ അൻഫുസകും, അതേ നിങ്ങൾ ഇരട്ട പേര് വിളിക്കാൻ പാടില്ല. വലാ തനാബസൂ ബിൽ അൽഖാബ്, നിങ്ങൾ അവരുടെ ഇരട്ട പേര് വിളിക്കരുത്, അവർ നിങ്ങൾ ആക്ഷേപിക്കരുത്. ബിഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ, വിശ്വസിച്ചതിന് ശേഷം ഏറ്റവും മോശമായ സംഭവമാണ് കേട്ടോ അത്. അതിൽ നിങ്ങൾ ചെല്ലാൻ പാടില്ല. ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്തു പോയാൽ തന്നെ വമല്ലം യതുബ് ഫൗലൈക ഹുമുല്ലാലിമൂൻ, അവർ തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ലെങ്കിൽ അതേ ആ വിഭാഗം തന്നെയാണ് ഏറ്റവും അക്രമികളെന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദമായി പഠിപ്പിക്കുകയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സമാനമായ ഹദീസ് പറയുന്നുണ്ട്, മാമിൻ മുസ്ലിമിന യഖദിലും റഹും മുസ്ലിമാ ഫീ മൗളിൻ കുന്തഹക ഫീ ഹുർമതുഹു വയുന്തഖസു ഫീഹി മിൻ ഇർദിഹി ഇല്ലാ തദലഹു അല്ലാഹു ഫീ മവാത്തിന യുഹിബ്ബു ഫീഹി നുസ്റതുഹു. ഒരു മുസ്ലിമായ മനുഷ്യനെയും നിങ്ങൾ നിന്ദിക്കാൻ പാടില്ല. അങ്ങനെ ഒരു മനുഷ്യനെ നിങ്ങൾ, മുസ്ലിമായ ഒരു മനുഷ്യനെ നിങ്ങൾ നിന്ദിച്ചു കഴിഞ്ഞാൽ, ആക്ഷേപിച്ചു കഴിഞ്ഞാൽ, അവനെപ്പറ്റി കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മൗലിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനെ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ, അവനെ നിന്ദിച്ചാൽ, പരിഹസിച്ചാൽ, കുന്തഹക ഫീഹി ഹുർമതുഹു, അവന്റെ അഭിമാനത്തെ പിച്ചിച്ചെന്തുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ, വയുന്തഖസു ഫീഹി മിൻ ഇർദിഹി, അവന്റെ അഭിമാനത്തെ നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ ആരെങ്കിലും സംസാരിച്ചാൽ, ഇല്ലാ ഖസലഹു അല്ലാഹു ഫീ മവാത്തിൻ, പല സ്ഥലങ്ങളിലും ഈ പറയപ്പെട്ടാലും ആക്ഷേപിക്കപ്പെടുന്നതാണ്. നാം ഒരാളെ പറ്റി കുറ്റം പറഞ്ഞാൽ ആ കുറ്റം പറഞ്ഞ വ്യക്തി, കുറ്റം ചെയ്ത വ്യക്തി ഉണ്ടല്ലോ, എന്ത് കുറ്റമാണോ ചെയ്തത് ആ കുറ്റം ഞാനും ചെയ്യുന്നത് വരെ അവൻ മരണപ്പെടുകയില്ലെന്ന ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ്. ഒരു മനുഷ്യനെ കുറിച്ച് അവൻ വ്യഭിചരിച്ചവനാണ്, ലോട്ടറി എടുത്തവനാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിന്മകൾ ചെയ്തവനാണ്,
അവനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ കുറ്റം പറയാണ്. അങ്ങനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അതേ പ്രവൃത്തി ഞാനും അത് ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്തിട്ടല്ലാതെ അവൻ മരണപ്പെടുകയില്ലെന്ന് ലോകത്തിന്റെ നായകൻ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൈചാരി സംസാരിക്കരുത്, പരിഹസിക്കരുത്, ആക്ഷേപിക്കരുത് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, വമാ മിൻ ഇംറിഇൻ യൻസുറു മുസ്ലിമാ, ഒരു മുസ്ലിമായ മനുഷ്യനെ ഒരു വ്യക്തി സഹായിച്ചാൽ ഫീ മൗദിഇൻ, ഒരു സ്ഥലത്ത് വെച്ച് സഹായിക്കുകയാണ്, യുൻതഖസു ഫീഹി മിൻ ഉർളിഹി, അവന്റെ അഭിമാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സദസ്സിൽ വെച്ച് മറ്റൊരു മുസ്ലിം അവനെ തടഞ്ഞു നിർത്തുകയാണ്. അവനെ തടഞ്ഞു നിർത്തിയ പ്രവർത്തനത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോവുകയാണെങ്കിൽ, ആ സദസ്സിൽ നിന്ന് അവനെ മാറ്റിക്കൊണ്ടുപോവുകയാണെങ്കിൽ, സഹായിക്കുകയാണെങ്കിൽ, അവന്റെ അഭിമാനത്തിന് ക്ഷണം വരുന്ന വിഷയത്തിൽ നിന്ന് അവനെ പിടിച്ച് അവനെ അവിടുന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ, സഹായിക്കുകയാണെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യനെ സഹായിക്കുന്നതാണ്. പല സ്ഥലങ്ങളിലും ഇവനിക്കെന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായാൽ, ഇവനിക്കെന്തെങ്കിലും നിന്ദതയുണ്ടായാൽ അല്ലാഹുവിന്റെ സഹായം അവിടെ എത്തുമെന്ന് ലോകത്തിന്റെ നായകൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്തരം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കണം. അതുവഴി ദുനിയാവും ആഖിറവും വിജയിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ മക്കളെ ദീന് പഠിപ്പിക്കേണ്ട വിധം അത് പഠിപ്പിച്ച് ആ വഴിയിൽ വളർത്താൻ ഞാനും നിങ്ങളും തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തുമുഅ്മിനീങ്ങളെ, ലോക ചരിത്രം തന്നെ അതിജീവനത്തിൻ്റെതാണ്. അതെ, അടിച്ചമർത്തപ്പെട്ടവരുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ എന്താണ് ലോകം മുഴുവനും. ലോക ചരിത്രം എവിടെ നോക്കുകയാണെങ്കിലും അതാണ് നമുക്ക് കാണാൻ കഴിയുക. മർദ്ദകന്റെ പതനത്തിൻ്റെതാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അത് കഴിഞ്ഞ ആഴ്ചകളില് നമ്മൾ ഒരു സംഭവം കാണാനിടയായി. ചില പരാജയങ്ങൾ വിജയമാണ്, നഷ്ടങ്ങൾ ലാഭമാണ്, മരണങ്ങൾ ഉയർത്തെഴുന്നേൽപ്പാണ്. കാരണം പ്രപഞ്ചനാഥനായ അല്ലാഹുവിലേക്കുള്ള വിശ്വാസം അധികരിപ്പിക്കുന്നത് അവന്റെ അവസാന ഇടപെടലിന് അവസാനം ഉണ്ടാക്കലാണ്. അങ്ങനെ അവൻ മരണപ്പെടുമ്പോൾ അവൻക്കത് ഖൈറാണ്. കാരണം വിശുദ്ധമായ ഖുർആനിൽ കഴിഞ്ഞുപോയ ഒരുപാട് സംഭവങ്ങൾ വിവരിച്ചിട്ടുണ്ട്. പല മർദ്ദകരുടെ ചരിത്രവും വിശുദ്ധ ഖുർആനിൽ വിവരിച്ചിട്ടുണ്ട്, നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിന്റെ ഏറ്റവും ശ്രദ്ധേയമാണ് അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ ചരിത്രം. അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ ചരിത്രം ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. ഖുദില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ്. സൂറത്തുൽ ഖുറൂജിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്, ചരിത്രമുണ്ട്. അതേ ക്രൂരനായ ഒരു യഹൂദ രാജാവിന്റെ കരൾ പിളർക്കുന്ന കൊടും ക്രൂരതയുടെ ചരിത്രമാണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നത്. അതേ ഖുദില അസ്ഹാബുൽ ഉഖ്ദൂദ്, ഉഖ്ദൂദിന്റെ ആളുകളെ കൊല ചെയ്യപ്പെട്ടു. അന്നാരി ദാത്തിൽ വഖൂദ്, കത്തിക്കപ്പെടുന്ന തീയിന്റെ ആളുകളായ ഉഖ്ദൂദിനെ കൊല ചെയ്യപ്പെട്ടു. ഇദ്ഹും അലൈഹാ ഖുഊദ്, അവരുടെ മേലിൽ ഇരുന്ന സമയത്ത് യമനിലെ രാജാവായിരുന്ന ബിനാവാസ് എന്ന് പറയുന്നവരുണ്ട്. ജൂതമതം സ്വീകരിച്ചതിന് ശേഷം ജനങ്ങളെയെല്ലാം നിർബന്ധിതമായ നിലയില് മതപരിവർത്തനത്തിന് വേണ്ടി ആ സൈന്യത്തെ നിയോഗിക്കുകയാണ്. അയാൾ തന്റെ സൈന്യത്തോട് പറഞ്ഞു, ജൂതമതം എല്ലായിടത്തും വ്യാപിപ്പിക്കണം, എല്ലാ സ്ഥലത്തും എത്തണം, എന്നാൽ മാത്രമേ എനിക്ക് ഉറപ്പുള്ളൂ എന്ന്. ദൂനവാസ
എന്ന് പറയുന്ന ഉഹ്ദൂദിന്റെ ആളുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെ അതിനുവേണ്ടി സൈന്യങ്ങൾ വിവിധ സ്ഥലങ്ങളിലേക്ക് ഓടുകയാണ്. ഈ സമയത്ത് ഇങ്ങനെ ശപഥം ചെയ്തിരിക്കുമ്പോഴാണ് ഒരാൾ വന്ന് നജ്റാനിലെ ജനങ്ങൾ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ വിശ്വസിച്ച് മുസ്ലിമായ വിഷയം അറിയുന്നത്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമില് വിശ്വസിച്ച് ഇസ്ലാം മതം സ്വീകരിച്ച വിവരം ഈ ടീം അറിയുകയാണ്. ഖുലാവാസും സംഘവും അറിയുകയാണ്. അവരെ നിർബന്ധിച്ച് മതം മാറ്റുകയും അതിനുവേണ്ടി വലിയ അഗ്നികുണ്ഡങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ومن ذلك أصل النصرانية بنجران فصار إليهم ذو نواس اليهودي بجنوده الحمراء فدعاهم من اليهودي. അവിടെ ചരിത്രം വിവരിക്കുന്നുണ്ട്. തഫ്സീറിൽ അതിന്റെ വിശദീകരണം പറയുന്നുണ്ട്. അതിലേക്ക് കടന്ന് സംസാരിക്കുകയല്ല. അങ്ങനെ 40 മുഴം നീളവും 12 മുഴം വീതിയുമുള്ള 7 കിടങ്ങുകൾ, അതിൽ വിറകും മറ്റും നിറച്ച് കത്തിച്ച് അതിലേക്ക് പച്ചയായ മനുഷ്യനെ വലിച്ചെറിയുകയാണ്. അങ്ങനെ കത്തിക്കുന്ന സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെയും വലിയ അത്ഭുതങ്ങൾ ഉണ്ടാവുകയാണ്. ഈ അക്രമങ്ങളെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലും ഭയപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല, അവരുടെ ഈമാൻ എങ്ങനെ വർദ്ധിക്കുകയാണ്. ഒരു ഉമ്മ തന്റെ ചോര പൈതലുമായി വരുന്നു. ഇനി അവരുടെ ഊഴമാണ്. പിഞ്ചു കുഞ്ഞിനെ ഓർത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ആ ഉമ്മ ഇങ്ങനെ പകച്ചു നിൽക്കുന്ന വേളയിലാണ് മുഅ്മിനീങ്ങളെ ആ കുഞ്ഞു ഉമ്മയോട് പറഞ്ഞു, നിങ്ങൾ സത്യത്തിലാണ്, നിങ്ങൾ സത്യത്തിലാണ്, നിങ്ങൾ വ്യതിചലിക്കേണ്ടതില്ല, നിങ്ങൾ ക്ഷമിച്ചേക്കണം ഉമ്മ. പിന്നെ ഒട്ടും താമസിച്ചില്ല. ഈ ഉമ്മ മകനെയും അണച്ചു പിടിച്ച് തീയിലേക്ക് ചാടുകയാണ്. മഹാനായിരിക്കുന്ന ഈ സംഭവം മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി വെക്കുകയാണ്. ഈ ചരിത്രങ്ങൾ ഖുർആൻ പറഞ്ഞതിന്റെ കുടമാടങ്ങളെ കുറിച്ച് ഉലമാക്കൾ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. പഠിപ്പിച്ചു തരുന്ന ഉമൈമത്ത മൗലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം ഒഴിച്ചു കൊടുക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമായിരുന്നു. ഒരു മനുഷ്യൻ ഫാതാഹു റജുലിനെ പോലെ ഒരാൾ വന്നു. ഖാല ഔസിനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് വസിയത്ത് ചെയ്യണം, എനിക്കെന്തെങ്കിലും ഒരു ഉപദേശം തരൂ നബിയേ എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ലാ തുശ്രിക് ബില്ലാഹി ശൈആ, നീ അല്ലാഹുവിനെ പങ്കു ചേർക്കരുത് കേട്ടോ. ഒരു വസ്തുവിനോടും പങ്കു ചേർക്കാതെ ജീവിച്ചേക്കണം. വഇൻ ഖുത്തിഅത് ഔ ഹുർരിഖത് ബിന്നാർ, നിന്നെ മുറിക്കപ്പെട്ടാലും നിന്റെ ശരീരം ഇഞ്ചിഞ്ചായി മുറിക്കപ്പെട്ടാലും നീ അല്ലാഹുവിനെ പങ്കു ചേർക്കരുത്. നിന്റെ ഈമാൻ ഉറച്ചിരിക്കണം. ഔ ഹുർരിഖത് ബിന്നാർ, തീ കൊണ്ട് കരിക്കപ്പെട്ടാലും നീ ഉറച്ചു നിൽക്കണമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്. ഇവിടെ ഉലമാക്കൾ പറയാണ്, വലഖദ് തുമിയ കസീറു മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഖത്ലി വസ്സൽബി വത്തഅദീബി ശദീദ്. മഹാനായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കളിൽ നിന്ന് ഒരുപാട് ആളുകൾ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു. ബിൽ ഖത്ലി, കൊല കൊണ്ട് പരീക്ഷണം നേരിട്ടു. വസ്സൽബി, തൂക്കുമരത്തിൽ കയറ്റി ചൂട്ടിക്കൊല്ലുന്നതിന് ഒരുപാട് സ്വഹാബാക്കൾ പരീക്ഷണത്തിന് നേരിട്ടു. വത്തഅദീബി ശദീദ്, കഠിനമായ പീഡനങ്ങൾക്ക് വിധേയനാകേണ്ടി വന്നു. അവരെല്ലാവരും ക്ഷമിച്ചുപോയി. വലം യൽതഫിതു ഇലാ ശൈഇൻ മിൻ ദാലിക, അവർ ഒന്നിലേക്കും തിരിഞ്ഞു നോക്കിയില്ല. അവരുടെ ഈമാൻ ഉറച്ചതായിരുന്നു. മഹാനായിരിക്കുന്ന ആസിം റളിയല്ലാഹുവിന്റെ ചരിത്രം അറിയില്ലേ? ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയില്ലേ? അവരുടെ അനുയായികളുടെ ചരിത്രത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ വമാലകു മിനൽ ജുറൂബി والمحن والقتل والأسر والحرق وغير ذلك, ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങളിൽ
അതേ നമ്മുടെ മുൻഗാമികൾ പെട്ടുപോയിട്ടുണ്ട്. അവരതിലെല്ലാം ശ്രമിച്ചു, അവരുടെ ഈമാൻ അവരിൽ കളഞ്ഞില്ല. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്, ഈ സംഭവങ്ങളെല്ലാം ഈ ഉമ്മത്തിനെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ കരുത്തോടെ നിലകൊള്ളണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് കേട്ടോ പഠിപ്പിക്കുന്നത് എന്ന് അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ വിശദീകരണത്തിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലു അലൻ നബിയിൽ മുസ്തഫാ മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി വ സല്ലി അലാ ജമീഇൽ അൻബിയാഇ വൽ മുർസലീൻ والحمد لله رب العالمين. جزاكم الله خيرا. السلام عليكم ورحمة الله.